ഇന്ന് 4 മണിക്ക് ചായക്ക് നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് 3 പഴം 3 കഷ്ണം 3 ഇതായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ വെറുതെ 2 ആയിട്ട് പൊളിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് മാവ് തയ്യാറാക്കാനായിട്ട് ഇതാ ഈ പാത്രത്തിൽ ഒരു പാത്രം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഒരു പിഞ്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് അതിനാവശ്യത്തിനുള്ളൊരു ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. വെള്ളം കൂടി പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കേണ്ടത്. വെളിച്ചം നന്നായിട്ട് കാഞ്ഞ് ഇതുപോലെ കുമിളകളൊക്കെ വന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പഴങ്ങൾ ഓരോന്നായിട്ട് എടുത്തിട്ട് പാത്രത്തിലിട്ട് 2 വശവും മറച്ചിട്ട് നന്നായിട്ട് ഇതിനകത്ത് മുക്കിയിട്ട് ആ ബാറ്ററിലിട്ട് മുക്കിയിട്ട് പഴങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പഴം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം കുറച്ചിടണം. ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം പഴംപൊരി നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ പഴംപൊരി ഒന്ന് മറച്ചിടാം. ഇപ്പം നമ്മുടെ സൂപ്പർ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പഴംപൊരി ഇതിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ.